സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്ന് ലൈവിൽ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം തരുവാണ്, നിങ്ങൾക്ക് വീട്ടുകാർക്ക് വേണ്ടി കത്തെഴുതാം എന്നൊരു അവസരമാണ് ബിഗ് ബോസ് ഇപ്പൊ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു അവസരം കൊടുത്തപ്പോൾ എല്ലാവരും കത്തെഴുതുക തന്നെയാണ്. പക്ഷെ ആരും ഇപ്പൊ എഴുതുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. കുറച്ച് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ എഴുതണം എന്ന് തോന്നി. അപ്പൊ ജിൻഡോ ആത്മാർത്ഥപൂർവ്വം ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്. പക്ഷെ അതേ സമയത്ത് അവിടെയാണെങ്കിൽ നന്ദനേന്റെ ഒച്ചപ്പാടും ബഹളവും, അത് മാത്രമല്ല ലാലേട്ടൻ കൈനീട്ടായിട്ട് കൊടുത്ത സ്വർണത്തിന്റെ ഗോൾഡ് കോയിൻ ഇല്ലേ, ആ ഗോൾഡ് കോയിൻ ഒളിപ്പിക്കുക, കണ്ടുപിടിക്കുക, വെറും അലമ്പ്. ഈ ഒച്ചമകളായിട്ട് ടോർച്ചർ ലൈവാണ്. നമുക്ക് തന്നെ എനിക്ക് ഓടാൻ തോന്നും. അപ്പൊ അതിനുള്ളിൽ ഇരിക്കുന്ന ആളുടെ മനസ്സിലെ ആ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂടെ. അപ്പൊ ഈ ലെറ്റർ ഒക്കെ എഴുതുവാണെങ്കിൽ തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇങ്ങനെ നീറ്റായിട്ട് എഴുതാം. ഒരു റൊമാൻസോടെ, ഒരു സ്നേഹത്തോടെ അങ്ങനെ എഴുതുമ്പോഴല്ലേ ലെറ്ററിന് ഒരു പവർ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ജിൻഡോ ഇങ്ങനെ ആലോചിച്ച് അമ്മേനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കുറച്ച് കരച്ചിലും വിഷമമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. അപ്പൊ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ആലോചിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദന ഒച്ചപ്പാടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര സഹിയായിട്ട് പ്രേക്ഷകർക്ക് തന്നെ വീട്ടില് അത് ലൈവ് അല്ലെങ്കിൽ വീട്ടിൽ ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ നന്ദനേന്റെ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇറിറ്റേഷൻ എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായമുണ്ട്. എന്തായാലും അത് വെട്ടി തുറന്ന് പറഞ്ഞേക്കാണ് കേട്ടോ ഇപ്പൊ ജിൻഡോ. അത് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ഇഷ്ടപ്പെടാഞ്ഞിട്ട് നന്ദന അവിടെ കിടന്ന് വേവലാതിപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെ നടക്കും എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ തുടർന്ന് തന്നെ ഒരു വൻ അടി നടക്കാനും ചാൻസ് ഉണ്ട്. ജിൻഡോ പറയുന്നത് അന്നാ പറ്റുന്നില്ലെങ്കിൽ ഒരു പണി, കുറച്ച് ഒച്ചയെങ്കിലും കുറച്ച് സംസാരിച്ചു കൊടുക്കും, ഞാനൊന്ന് ലെറ്റർ എഴുതിക്കോട്ടെ എന്നൊക്കെ പറയുന്നു. അതേസമയം സായ വന്ന് വിളിക്കുന്നതിന് നന്ദന വാ നമുക്ക് പുറത്തു പോകാന്ന്. പിന്നെ അയാളെ പിടിച്ചൊന്നും എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് നന്ദന അടി ഉണ്ടാക്കാൻ തന്നെ നിൽപ്പുണ്ട്.